ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടൽ. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച പ്രതിപക്ഷം പ്ലക്കാർഡുകളും ബാനറുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതിനു പിന്നാലെ സ്പീക്കറുടെ ചേംബറിൽ കയറാൻ പ്രതിപക്ഷ നേതാക്കളുടെ ശ്രമം നടന്നു. അൻവർ സാദത്ത് MLA ആണ് സ്പീക്കറുടെ ചേംബറിൽ കയറാൻ ശ്രമിച്ചത്. പ്രതിഷേധിച്ച വാച്ച് ആൻഡ് വാർഡ് പ്രതിപക്ഷാംഗങ്ങളെ തടഞ്ഞു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ AN ഷംസീർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുപോയി. സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിയ പ്രതിഷേധം കനത്തതോടെ സഭാ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം വഴിമുട്ടിയെന്നും അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ആരോപിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരത്തിലാണ്. സാർ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം സാർ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. SIT നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സാർ, എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എടുത്ത് പുറത്തിറങ്ങാൻ അടുത്ത ദിവസം 3 സുപ്രധാനമായ CPM നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോവാണ്. സാർ, സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നത് യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് SIT അന്വേഷണത്തേക്കാണ്. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. കേസിലെ എല്ലാ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിൽ മോചിതനാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് SIT അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ടു പോയതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ലെന്നും സഭയ്ക്കകത്തും പുറത്തും സമരം കടുപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നാലെ പ്രതിപക്ഷ MLA മാർ ബാനറുമായി നടുത്തളത്തിലിറങ്ങുകയായിരുന്നു. ബാനർ താഴ്ത്തണമെന്നും ഇല്ലെങ്കിൽ പിടിച്ചുമാറ്റുമെന്നും സ്പീക്കർ AM ഷംസീർ മുന്നറിയിപ്പ് നൽകി. വിഷയദാരിദ്ര്യം കാരണം പ്രതിപക്ഷത്തിന് ഒരു അടിയന്തര പ്രമേയം പോലുമില്ലെന്നായിരുന്നു MP രാജേഷിന്റെ മറുപടി. നടുത്തളത്തിന് തൊട്ടരികെ എത്തി പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം മുദ്രാവാക്യം വിളിച്ചു. പിന്നാലെ പ്രതിപക്ഷ പ്രതിഷേധം കടുക്കുകയായിരുന്നു. പ്രതിപക്ഷ അംഗങ്ങളാണ് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചതെന്ന് സ്പീക്കർ കുറ്റപ്പെടുത്തി. സ്പീക്കറുടെ മുഖം മറച്ചത് ശരിയായില്ല. കേരള നിയമസഭയ്ക്ക് ചേർന്നതല്ലിത്. ഇത്തരം പ്രതിഷേധം ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്.